ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 24 മുതലുള്ള വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവം സൃഷ്ടിച്ചെടുത്ത ആത്മാവ് ദൈവത്തിങ്കിൽ ആശ്രയിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെയും ഭൂമിയിലെ നിക്ഷേപങ്ങൾക്കുപരി ആത്മാവിൻ്റെ നിക്ഷേപം സ്വർഗത്തിലാക്കുന്നതിനെക്കുറിച്ചും യേശു സംസാരിച്ചു വരുമ്പോൾ ഒരു തുടർച്ചയായിട്ടുള്ളൊരു സന്ദേശം നമ്മളിന്ന് കേൾക്കുകയാണ്. ഒന്നിനെക്കുറിച്ചോ ആകുലപ്പെടേണ്ട, ജീവനെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ആകുലപ്പെടേണ്ട. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥമായി വി ആർ കോൾഡ് ടു ദ വെൽനെസ് ഓഫ് ഗോഡ്. നമുക്ക് ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്, നീ എൻ്റെ പ്രവാചകനാണ്. ആ 1:8 നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നുണ്ട്, ഞാനാണ് നിന്നെ അയക്കുന്നത്, നീ ആരെയും ഭയപ്പെടേണ്ട. അപ്പോൾ ദൈവത്തിൻ്റെ കരുത്തുറ്റ കരം നമ്മോടുകൂടെ ഉള്ളപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സങ്കേതവും ശരണവുമായ ദൈവത്തിന് മുന്നേ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.